സച്ചിനെ മാറ്റിക്കൊണ്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പർ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ടോ അങ്ങനെയൊക്കെ ഒരു റൂമർ കേൾക്കുന്നുണ്ട്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോ തുറന്ന സമയം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ മാലാകയായിരുന്ന വിശ്വസ്തനായിരുന്ന സച്ചിനെ മാറ്റണം എന്നുള്ള അഭിപ്രായം പലരും ഉയർത്തുന്നുണ്ട്. അത് ഈ സീസണിൽ അല്ലെങ്കിൽ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ സംഭവിക്കുമോ? എന്തായാലും നിലവിൽ ഇപ്പോൾ നമുക്കറിയാൻ പറ്റിയിട്ടുള്ള ഒരു വാർത്ത അനുസരിച്ച് ചിലപ്പോൾ ഇത് സച്ചിനുള്ള ഒരു പണിയായിരിക്കാം. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ സ്പോർട്സ് റിവ്യൂ ആണ്, ആൻഡപ്പൻ ടോക്കീസ് ആണ്. വെൽക്കം ടു അവർ ഷോ. യെസ്, അങ്ങനെ നമ്മുടെ സച്ചിനും പണി കിട്ടാനായിട്ട് പോവാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ 5K ഫാമിലിയിലേക്ക് ഇനി അധികം ദൂരമില്ല. സോ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ എന്തായാലും ട്വിറ്ററിൽ ഒരു 2 മണിക്കൂർ മുമ്പ് ഒരു ട്വീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സംഭവം ഇത്രയേ ഉള്ളൂ: കേരള ബ്ലാസ്റ്റേഴ്സ് FC ഹാവ് സ്റ്റെപ്ഡ് അപ്പ് ദെയർ പെർസ്യൂട്ട് ഫോർ എ ഗോൾ കീപ്പർ. അത് 19 സ്റ്റോപ്പേജിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദ ക്ലബ് ഈസ് ആക്റ്റീവ്ലി സെർച്ചിങ് ഫോർ ദ റൈറ്റ് പ്രൊഫൈൽസ്. ഷോർട്ട് ടേം ഫിക്സസ് ഓൾസോ ബീങ് എക്സ്പ്ലോർഡ്. അതായത് അതിൽ വേറെ കാര്യങ്ങളൊന്നും നോക്കാനായിട്ടില്ല. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അവരുടെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ ഒരു ഗോൾ കീപ്പറിന് വേണ്ടി പരക്കം പാച്ചിലാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ഉള്ളൂ ക്ലോസ് ചെയ്യാനായിട്ട്. ആൻഡ് മാർക്കസ് മർക്കലാവു ആണെന്നുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയാണെങ്കിലും ഒരുപാട് സൈനിങ്ങുകൾ ചിലപ്പോൾ, അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന സൈനിങ്ങുകൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ വീഡിയോയിൽ തന്നെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാനിങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറിനെ ആവശ്യമുണ്ട് എന്നുള്ളത് പറഞ്ഞ് ഞാനിങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു കമൻറ്റ് മാത്രം ഞാൻ വായിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിലതിനടുത്തൊക്കെ റിപ്ലൈ ചെയ്യാറുണ്ട്. ചിലർ ഈ ഇൻസൾട്ടിങ് വിത്ത് ബാഡ് വേർഡ്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാനും തിരിച്ച് വിളിച്ചാറുണ്ട്. പക്ഷെ എന്നാലും അതിനോടൊന്നും ഞാൻ അധികം റെസ്പോണ്ട് ചെയ്യാറില്ല. പക്ഷേ ഇത് അത്യാവശ്യം ജെന്യുവൻ ആയിട്ടുള്ളൊരു സാധനമാണെന്ന് തോന്നി. അജയ് ആണ് ഇതിട്ടിരിക്കുന്നത്. ഫോറിൻ ഗോൾ കീപ്പേഴ്സ് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫോറിൻ സ്ലോട്ട് മാറ്റി ചാൻസ് ഇല്ല, വിച്ച് ഇസ് ജെന്യുവൻ. അതിൻ്റെ റീസൺ ഞാൻ പറയാം. എക്സ്പീരിയൻസ് ഗോൾ കീപ്പറിനെ നോക്കുന്നുണ്ട്. അബിക്ക് എന്നാണെന്ന് തോന്നുന്നു. ഒഡീസ റിലേഷൻ ആണ് ഞാൻ നോക്കുന്നത്. അങ്ങനെയാണേൽ അവിടെ അമരീന്ദറിനെ നെക്സ്റ്റ് സീസണിൽ ഇവിടെ കാണണം. പുള്ളി ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. അബിക്ക് ഒഡീസ റിലേഷൻ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എന്നാലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒഡീസയായിട്ടുള്ള ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടൈപ്പിൽ അമരീന്ദർ ഇവിടെ കേരളത്തിൽ കളിക്കാനുള്ള ചാൻസ് അത് നെക്സ്റ്റ് സീസണിലെ പുള്ളി കാണുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഒരു ചർച്ചാ വിഷയമായിട്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇങ്ങനെ ഒരു ട്വീറ്റ് വരുന്നത്. ഇത് സച്ചിനുള്ളൊരു പണിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സച്ചിനെ ടീമിൽ നിന്ന് ഒഴിവാക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. നിലവിൽ നമ്മുടെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ ഒരു സ്കോർ ബോർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 7 താരങ്ങൾ ഔട്ട്, 2 താരങ്ങൾ ഇൻ എന്നുള്ളതാണ്. ഈ 2 താരങ്ങളെയും പ്രോപ്പറായിട്ട് നമുക്ക് ഇതുവരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുമില്ല എന്നുള്ളത് വേറൊരു കാര്യം. അതിലേക്ക് ഇനി സച്ചിനെ കൊടുത്തുകൊണ്ടായിരിക്കുമോ വേറൊരു താരം വരിക, അതോ സച്ചിനെ നിലനിർത്തിക്കൊണ്ടായിരിക്കുമോ എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടു തന്നെ അറിയണം. നിലനിർത്താനുള്ള ചാൻസസ് വേറൊരു താരത്തെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ ഒരു വലിയ ചോദ്യം തന്നെയാണ്. നമ്മൾ കാത്തിരുന്ന് കാണണം. പക്ഷേ സച്ചിനെ എന്തുകൊണ്ട് മാറ്റുന്നു? ഓൾറെഡി ഞാൻ നമ്മുടെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, നമ്മുടെ ഡിഫൻസിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ കോച്ചായിട്ടുള്ള മിക്കായലി സ്റ്റാറെ നിന്ന സമയത്ത് കുറച്ച് ഹൈ ലൈനിൽ കളിക്കാൻ നോക്കി, അത് നമുക്ക് പ്രശ്നം പറ്റി. അവിടെയും സച്ചിൻ്റെ മിസ്റ്റേക്സ് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് പുറകിലോട്ട് ഇറങ്ങി കളിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഡിഫൻസിൽ നിന്ന് മാറി വന്നു കഴിയുമ്പോൾ, പിന്നെ ഡിഫൻസിനെ നമ്മൾ ഒഴിവാക്കി നിർത്തിയാൽ പോലും സച്ചിൻ പലപ്പോഴും മികച്ച സേവുകൾ നടത്തുന്നുണ്ട്. ആൻഡ് പേഴ്സണലി ഞാൻ പറയാം, എനിക്ക് സച്ചിൻ എന്ന് പറയുന്ന താരത്തിൽ നല്ല വിശ്വാസമുണ്ട്. നല്ല ടാലൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ്, യങ് പ്ലെയറാണ്. അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. പറഞ്ഞതുപോലെ തന്നെ മാച്ചസിലുള്ള എക്സ്പീരിയൻസ് കുറവായിരിക്കും, ISLലും ബാക്കിയുള്ള സംഭവങ്ങളുടെ എക്സ്പീരിയൻസ് കുറവായിരിക്കും. ചില സമയത്ത് പുള്ളിക്കാരൻ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ഡീപ്പായിട്ടുള്ള സിറ്റുവേഷനിൽ, ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമ്മുടെ പ്ലെയേഴ്സിനെയും നമ്മുടെ ടീമിനെയും ഒരു കുഴിയിൽ കൊണ്ടുപോയിടുന്ന പോലത്തെ മിസ്റ്റേക്കുകളൊക്കെയാണ് പലപ്പോഴും സച്ചിൻ ചെയ്തു വെക്കുന്നത്. അത് സത്യത്തിൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. എന്തൊക്കെയാണ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗോൾ കീപ്പർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഡിഫൻസിനെ ഫുട്ബോൾ കളിച്ചുള്ളവർക്ക് അറിയാം, നമ്മളോട് എപ്പോഴും പറയുന്നതാണ് ഒരു ഗോൾ കീപ്പർ വിളിച്ച് കളിപ്പിക്കണം എന്നുള്ളതൊക്കെ പറയും. സെവൻസ് കളിക്കാൻ പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ചില കാര്യങ്ങൾ കാണാൻ പറ്റില്ല. അപ്പോൾ പല കളികളുടെയും റീഡ് ചെയ്യാനും എന്തുകൊണ്ടും ഗോൾ കീപ്പറിന് ഒരു വലിയ റോൾ തന്നെയുണ്ട്. പക്ഷേ അത് ISL ലെവലിലേക്കൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ആണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്. ഇനി അതുപോലെ തന്നെ ഒരു ഗോൾ കീപ്പർ എന്ന് പറയുമ്പോൾ
ഒരു കീപ്പറാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് നമ്മുടെ ഒരിക്കലും ഗോൾ വിടില്ല എന്ന് തോന്നേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരേണ്ട ഒരാളാണ്. സച്ചിനെ നമുക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെനാൽറ്റി സേവ് ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. അതിൽ സച്ചിൻ പുലി തന്നെയാണ്, അതിലൊന്നും ഒരു സംശയമില്ല. സച്ചിൻ ചില സമയത്ത് സേവുകൾ നടത്തുന്ന കാണുമ്പോൾ ഈ സച്ചിൻ തന്നെയാണോ ആ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നത് എന്ന് പോലും പലപ്പോഴും നമുക്ക് തോന്നിപ്പോകാറുണ്ട്. പക്ഷേ ഈ സീസണിലേക്ക് എടുത്ത് നോക്കുമ്പോൾ, എസ്പെഷ്യലി ഈ സീസണിലേക്ക് എടുത്ത് നോക്കുമ്പോൾ, കഴിഞ്ഞ സീസണിൽ ഇല്ല എന്നല്ല, പക്ഷെ എന്നാലും ഈ സീസണിൽ എടുത്ത് നോക്കുമ്പോൾ ചില ഡീപ്പ് സിറ്റുവേഷൻസിലും ചില ക്രൂഷ്യൽ സിറ്റുവേഷൻസിലും സച്ചിൻ്റെ മിസ്റ്റേക്കുകൾ നമുക്കൊരു വലിയ വിനയായിക തന്നെ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മാനേജ്മെൻറ്റ് ഇപ്പോൾ ഒരു ഗോൾ കീപ്പറിന് വേണ്ടി സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ അതിനകത്ത്, അതായത് നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന കമൻറ്റുകളിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടൊരു ഫോറിൻ ഗോൾ കീപ്പറിനെ കൊണ്ടുവന്നുകൂടാ എന്നുള്ളതാണ്. അതിൽ ISL സൈഡിൽ നിന്നും, അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഫോറിൻ പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നതിന് ഒരു ലിമിറ്റേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാനേജ്മെൻറ്റും കോച്ചും കൂടുതൽ ശ്രദ്ധിക്കുക ഗോൾ കീപ്പറിനെ ഇന്ത്യൻ ആക്കിയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ താരമാക്കിയിട്ട് മറ്റ് താരങ്ങളെ, ഫോറിൻ താരങ്ങളെ പ്ലേസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും കുറച്ചും കൂടെ കളിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് തന്നെയാണ് അജയ് കമൻറ്റിലൂടെയും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. കാര്യം ഒരു മിഡ്ഫീൽഡ് ഫോറിൻ പ്ലെയറിനെയോ ഒരു സ്ട്രൈക്കർ ഫോറിൻ പ്ലെയറിനെയോ മാറ്റിക്കൊണ്ട് ഒരു ഗോൾ കീപ്പറിനെ നിർത്താനായിട്ട് ഒരു ടീം നിൽക്കോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സ്ക്വാഡ് നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനത്തെ സിറ്റുവേഷൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ISL ഒരു ടീമും അതിനുള്ളതിന് നിൽക്കില്ല. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചാബ് മാത്രമാണ് ഒരു ഫോറിൻ ഗോൾ കീപ്പറുമായിട്ട് ISL ഉണ്ടായിരുന്നെന്നുള്ളതാണ് എനിക്കിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റിയത്. പക്ഷെ അവർ പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്, ഈ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അവരുടെ ഇന്ത്യൻ ഗോൾ കീപ്പറിനെ തന്നെയാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് അവർക്ക് കുറച്ചും കൂടെ ഫോറിൻ പ്ലെയേഴ്സിനെ ഗ്രൗണ്ടിൽ ഇറക്കി കളിപ്പിക്കാം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുന്നതുകൊണ്ട് സത്യം പറയാമല്ലോ, നമ്മുടെ അവസ്ഥ കുറച്ച് ക്രൂഷ്യൽ ആയതുകൊണ്ടും ഈ പറയുന്ന പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് മിസ്റ്റേക്സ് ഉണ്ടാവുന്നത് കൊണ്ടും ഒരു ഫോറിൻ പ്ലെയറിനെ ഫോറിൻ ഗോൾ കീപ്പറിനെ കൊണ്ടുവന്നുകൂടെ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, അത് എത്രത്തോളം നടക്കുന്ന കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കലി പോസിബിൾ അല്ല. കാരണം നമുക്ക് ഫോർവേഡിലും മിഡിലും ഡിഫൻസിലും ഫോറിൻ പ്ലെയേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരാളെ അവിടെ നിന്ന് മാറ്റി ഗോൾ കീപ്പർ നടപടി ആവില്ല. നമ്മുടെ അവസ്ഥ ഇപ്പോൾ അത് തന്നെയാണ്. സോ അതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളത് അറിയില്ല. എന്തായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൂലങ്കഷമായി, അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഗോൾ കീപ്പറിനെ കിട്ടാനായിട്ടെന്നുള്ളതാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. വരും ദിവസങ്ങളിൽ അങ്ങനെ ഒരു സൈനിങ് ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു സൈനിങ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. കാരണം അത്രയും സമയം കുറവാണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ. സോ നമുക്ക് കാത്തു തന്നെ ഇരിക്കാം. സച്ചിൻ്റെ അവസ്ഥ എന്തായിരിക്കും, സച്ചിൻ ടീമിൽ നിന്ന് പോവോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. കാത്തു തന്നെ ഇരിക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അബൌട്ട് സച്ചിനെ നിലനിർത്തണോ, അതോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോൾ കീപ്പർ ആവശ്യമാണോ എന്നുള്ള കാര്യങ്ങളും കൂടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ 5K ഫാമിലിയുടെ കാര്യം മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ചിൽ കുപ്പിച്ചിൽ.